നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾക്കും വേണ്ടിയുള്ള രത്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നവഗ്രഹങ്ങളിൽ 9 ജ്യോതിഷ ഗ്രഹങ്ങളുടെയും ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നതാണ് നവഗ്രഹ രത്നങ്ങൾ. ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ അനുകൂലത്തിലാണെങ്കിൽ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നു. ഗ്രഹങ്ങൾ അനുകൂലമല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നു. നവഗ്രഹ രത്നങ്ങൾ ധരിക്കുമ്പോൾ ഗ്രഹങ്ങളുടെ ദോഷപരിഹാരം കുറഞ്ഞു കിട്ടുന്നു. നവഗ്രഹ രത്നങ്ങൾ ഏതൊക്കെയാണ്, ഏത് ദിവസമാണ് ധരിക്കേണ്ടതെന്ന് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സൂര്യന് വേണ്ടി മാണിക്യരത്നം, ചന്ദ്രന് വേണ്ടി മുത്ത്, ചൊവ്വയ്ക്ക് വേണ്ടി പവിഴം, ബുധന് വേണ്ടി മരതകരത്നം, വ്യാഴത്തിന് വേണ്ടി പുഷ്യരാഗം, ശുക്രന് വേണ്ടി വൈരം ഡയമണ്ട്, ശനിക്ക് വേണ്ടി ഇന്ദ്രനീലം, രാഹുവിന് വേണ്ടി ഗോമേതകരത്നം, കേതുവിന് വേണ്ടി വൈഡൂര്യരത്നം. ഇവയാണ് നവഗ്രഹ രത്നങ്ങൾ. നവഗ്രഹ രത്നങ്ങൾ ധരിക്കേണ്ട ദിവസങ്ങൾ. എല്ലാ രത്നങ്ങളും ധരിക്കേണ്ടത് കാലത്താണ്. രാവിലെ 7 മണിക്കാണ് എല്ലാ രത്നങ്ങളും ധരിക്കേണ്ടത്. നല്ല സമയം നോക്കി വേണം രത്നങ്ങളൊക്കെ ധരിക്കുവാൻ. മാണിക്യം ഞായറാഴ്ച കാലത്ത് വേണം ധരിക്കുവാൻ. മുത്ത് തിങ്കളാഴ്ച കാലത്തെ, പവിഴം ചൊവ്വാഴ്ച കാലത്ത് വേണം ധരിക്കുവാൻ, മരതകം ബുധനാഴ്ച കാലത്തെ, പുഷ്യരാഗം വ്യാഴാഴ്ച കാലത്ത് വേണം ധരിക്കുവാൻ, വൈരം വെള്ളിയാഴ്ച കാലത്ത് വേണം ധരിക്കുവാൻ, ഇന്ദ്രനീലം ശനിയാഴ്ച കാലത്തെ, ഗോമേതകം ശനിയാഴ്ച കാലത്ത് വേണം, വൈഡൂര്യം ചൊവ്വാഴ്ച കാലത്ത് വേണം ധരിക്കുവാൻ. നവഗ്രഹങ്ങളിൽ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾക്ക് ദോഷം ജാതകത്തിലുള്ളപ്പോൾ നവഗ്രഹ രത്നം മോതിരമായിട്ട് വേണം ധരിക്കുവാൻ. അത് ഞായറാഴ്ച കാലത്ത് വേണം ധരിക്കുവാൻ. ഏത് രത്നം ധരിക്കുമ്പോഴും ഒരു ജ്യോതിഷിയോട് അഭിപ്രായം ചോദിച്ചിട്ട് വേണം ധരിക്കുവാൻ. നിങ്ങൾക്ക് നവഗ്രഹ രത്നങ്ങളെ പറ്റി നല്ല ഒരു അറിവ് കിട്ടിയല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്